നിങ്ങൾക്ക് ഉച്ചയിഴയുന്ന വേഗത്തെക്കുറിച്ച് അറിയാം. അഥവാ അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നേരിട്ട് കാണാം. തൃശ്ശൂർ വരെ ഒന്ന് പോയാൽ മതി. ആ വേഗത്തിലാണ് ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നത് കുതിരാൻ തുരങ്കത്തിൻ്റെ അറ്റകുറ്റപ്പണിയെക്കുറിച്ചാണ്. നിർമ്മാണം വൈകുന്നത് മാത്രമല്ല, ദുരിതം അനുഭവിച്ച് യാത്ര ചെയ്യുന്നതിനൊപ്പം നല്ല ടോൾ പിരിവും കൊടുക്കണം അവിടെ. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയുള്ള സുഖകരമായ യാത്ര, അതിനാണ് നമ്മളെല്ലാവരും ടോൾ നൽകുന്നത്. പക്ഷേ ടോൾ വാങ്ങിയ ശേഷം യാത്ര ദുരിതത്തിലായാലോ? അങ്ങനെ ഒരു സ്ഥിതിയിലാണ് തൃശ്ശൂർ വടക്കഞ്ചേരി ദേശീയപാതയുള്ളത്. നാളെ നാളെ നീളെ നീളെ എന്നതുപോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് കുതിരാനിലെ നിർമ്മാണ പ്രവൃത്തി. കുതിരാൻ ഇരട്ടത്തുരങ്കങ്ങളിൽ പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന്റെ ബലപ്പെടുത്തൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടു. ഇനിയും പദ്ധതി പൂർത്തിയാകണമെങ്കിൽ 2 മാസമെങ്കിലും വേണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം. ജൂണിൽ തുരങ്കം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുമ്പ് ആർച്ചുകൾ സ്ഥാപിച്ച വെൽഡ് ചെയ്ത കോൺക്രീറ്റിംഗ് നടത്തുന്ന ജോലികളാണ് തുടരുന്നത്. ജനുവരിയിൽ ആരംഭിച്ച പണികളിൽ പകുതി പൂർത്തിയായതായി നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു. പാലക്കാട്ട് നിന്ന് തൃശ്ശൂരിലേക്കുള്ള തുരങ്കം പൂർണ്ണമായും അടച്ചു. ഒരു വരിയിലൂടെ വേണം വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങാൻ. ഇതിനാണ് നമ്മളെല്ലാവരും ടോൾ നൽകുന്നത്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വർദ്ധിപ്പിച്ച ടോൾ നിരക്ക് പിരിച്ചു തുടങ്ങാനും നീക്കമുണ്ട്. ഏപ്രിൽ 1 മുതൽ നിരക്ക് വർധന നിലവിൽ വന്നെങ്കിലും ഇത് നടപ്പിലാക്കേണ്ടെന്ന് ദേശീയപാത അതോറിറ്റി അറിയിപ്പ് നൽകിയിരുന്നു. തുരങ്കത്തിന്റെ 962 മീറ്റർ ദൂരത്തിൽ പകുതി ഭാഗത്തെ നിർമ്മാണം മുൻപ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി 400 മീറ്ററിലെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ദിവസം പരമാവധി 9 മീറ്റർ പണികളാണ് പൂർത്തിയാക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്തെ തുരങ്കം വഴി മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ജൂൺ 1 മുതൽ സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകണം. സ്കൂൾ വാഹനങ്ങൾക്കുള്ള സൗജന്യം പിൻവലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി മാർച്ച് ആദ്യവാരം സ്കൂളുകൾക്ക് കമ്പനി കത്തു നൽകിയിരുന്നു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ അടുത്ത അധ്യയന വർഷം മുതൽ ടോൾ നൽകിയാൽ മതിയെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതോടെ ഉത്തരവ് നടപ്പാക്കാനാണ് നീക്കം. നാളെ നീളെ എന്നതുപോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് കുതിരാനിലെ നിർമ്മാണ പ്രവർത്തികൾ. ഈ സാഹചര്യത്തിൽ ടോൾ പിരിവിൽ ഇളവ് വരുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ചെവി കൊടുക്കാൻ പോലും തയ്യാറല്ല ദേശീയപാത അതോറിറ്റിയും മറ്റധികൃതരും. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. സൂരജ് സജി പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ. കുതിരാൻ തുരങ്കത്തിൻ്റെ പണി പൂർത്തിയാകാത്ത നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കുതിരാനിലെ അറ്റകുറ്റപ്പണികൾ കൊണ്ടാണ്. ഈ യാത്രാക്ലേശം കൂടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ യാത്രാക്ലേശമുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ ടോൾ കൂടി കൊടുക്കണം എന്നതാണ്. കഷ്ടമാണിതെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നത്. നോക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ കുതിരാനിൽ നിന്ന്. എല്ലാം കൊണ്ട് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല അത്. കാരണം കുറേ ഭാഗത്ത് സർവീസ് റോഡുകളൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. എൻ്റെ അറിവിൽ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണമല്ലോ ടോൾ പിടിക്കാനായിട്ട്. ശരിയല്ല, ഒരു അന്യായമാണ് നടക്കുന്നത്. അതായത് ടോൾ പിരിവ് പണി പൂർത്തിയാക്കാത്ത ഈ റോഡിൽ ടോൾ പിരിക്കാന്ന് പറഞ്ഞാലേ ശരിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക തന്നെയാണ്. ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കാലം സഹിച്ച് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടെയൊക്കെ നമ്മൾ പോവുകയുണ്ടായി. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതുപോലുള്ള അന്യായങ്ങൾ ചെയ്ത് കൊള്ളയടിക്കുന്ന ഒരു പരിപാടി ഇത് ഉടനെ തന്നെ നിർത്തേണ്ടതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യണത് മോശമാണ് കാര്യങ്ങൾ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ടോൾ പിരിക്കുന്നതാണ് നല്ലത്. വർക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക ആണ് എൻ്റെ അഭിപ്രായം.